ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അടിപൊളി ഒരു ഹോം റെമഡിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്കിൻ കെയർ ഓയിലാണെന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതോ അടിപൊളി റിസൾട്ടും ഉള്ളൊരു കിടുക്കൻ സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞുണ്ണികൾക്ക് മുതൽ വലിയ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിടുക്കൻ സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടും അതുപോലെ ക്യാരറ്റും വെച്ചിട്ടുള്ളൊരു അടിപൊളി ഒരു ഓയിലാണ് കേട്ടോ അത്. അപ്പോൾ ഇത് സ്കിൻ കെയർ, അതായത് നമുക്ക് സ്കിൻ കെയർ ചെയ്യണവർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നമ്മുടെ മുഖക്കുരു വന്ന പാടുകൾ, അതുപോലെ കുഞ്ഞുണ്ണികൾക്കൊക്കെ ചെറുപ്പം മുതൽ പറ്റി, അതായത് കുറച്ച് നാളടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളറ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഈ ഒരു ഓയിൽ നമ്മൾ ഈ ആയുർവേദ കടയിൽ നിന്ന് നാൽപ്പാമരാതി തൈലൊക്കെ കുഞ്ഞു ഉണ്ണികൾക്ക് തേച്ച് കൊടുക്കാറില്ലേ. അപ്പോൾ ആ ഒരു റിസൾട്ട് പോലെ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണിത്. അപ്പോൾ ഇത് കുറച്ച് നാളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ അടുപ്പിച്ച് യൂസ് ചെയ്താലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ, ഹോം റെമഡീസൊക്കെ നമ്മൾ കുറച്ച് നാൾ അടുപ്പിച്ച് യൂസ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. പക്ഷേ ചില ആൾക്കാർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. അവ നമ്മുടെ മുഖത്ത് കുരുക്കൾ വന്ന പാടുകളൊക്കെ മാറാനും സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും നമ്മുടെ ഈ കരിവാളിപ്പൊക്കെ, അതായത് ഇപ്പോൾ സൺ ടാനൊക്കെ ഏറ്റിട്ടുണ്ടാവണം, കരിവാളിപ്പൊക്കെ മാറി കുറച്ചും കൂടി നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവാനും മുഖം നല്ല അടിപൊളിയായിട്ടിരിക്കാനും നല്ലൊരു ഓയിലാണ് കേട്ടോ അത്. അപ്പോൾ ഇനിയിപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ചിലർക്ക് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് പിമ്പിൾസ് വരും. അപ്പോൾ എനിക്കൊന്നും അങ്ങനെ പറ്റില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചിടയായിട്ട് കുഴപ്പമില്ല കേട്ടോ. ഒരു കുടിയോ രണ്ട് കുടിയോ വരും എന്നല്ലാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ചാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒന്നാമത് ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ വെയിലത്ത് പോയിട്ട് വന്നു കഴിഞ്ഞ് രാത്രി കിടക്കണേക്കാളും മുന്നേ ഒരു അരമണിക്കൂറൊക്കെ ഇതൊക്കെ പറ്റി മുഖം ഒന്ന് ഫേസ് വാഷൊക്കെ ഇട്ട് വാഷ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കുറച്ച് ക്യാരറ്റ് എടുക്കുക, അതുപോലെ ഞാൻ ഒരു വലിയ ബീറ്റ്റൂട്ടാണ് കേട്ടോ ഇതിനെടുത്തേക്കണത്. ഒരു 3 വലിയ ടൈപ്പ് ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ എണ്ണയിലാണ് ഇപ്പോൾ ഇത് കാച്ചണത്. അപ്പോൾ നമ്മൾ 1/2 കിലോ എണ്ണ എടുത്ത് കഴിഞ്ഞ് ഇതൊക്കെ വറ്റി ആ ഒരു പാകമായി വരുമ്പോഴേക്കും ചിലപ്പോൾ 250 ഉണ്ടാവുള്ളൂ കേട്ടോ എണ്ണ വറ്റി അതിൻ്റെ സത്തൊക്കെ പിടിച്ച് വരുമ്പോൾ. പക്ഷെ നമുക്കൊരു ഇത്തിരി കളരും 3-4 ഡ്രോപ്സ് മതി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യണതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാണോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഒരു ദിവസം പറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യരുത്. നമുക്ക് ചിലവർക്ക് ഇങ്ങനത്തെ എല്ലാ ടൈപ്പും, ഇപ്പോൾ നമുക്കിപ്പോൾ ക്രീമുകളായാലും ശരി, ചില ഫുഡൊക്കെ ചിലവർക്ക് അലർജി ഉണ്ടാവില്ല. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് വേണമെങ്കിൽ ബദാം ഓയിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇനിയിപ്പോൾ കോക്കനട്ട് ഓയിൽ പറ്റാത്തവർ ആണെന്നുണ്ടെങ്കിൽ ബദാം ഓയിലൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മിക്സ് നന്നായി അരച്ചിട്ട് അധികം വെള്ളം ചേർക്കാണ്ട്, അതായത് ബീറ്റ്റൂട്ടിലും ക്യാരറ്റിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നന്നായി മിക്സ് ജാറിലിട്ട് അരച്ചെടുത്തിട്ട് ഒന്നല്ലെങ്കിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ നീര് പിഴിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെ എണ്ണയിലേക്ക് മിക്സ് ചെയ്ത് ചേർത്തിട്ട് നമുക്ക് ഒരു നൈറ്റ് ഫുള്ള് അങ്ങനെ അടച്ച് വെക്കുക കേട്ടോ. ശരിക്കും അതിൻ്റെ സത്തൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് നന്നായി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ആകുമ്പോൾ ചെയ്താൽ മതി. നൈറ്റിൽ നമ്മൾ കിടക്കണേക്കാളും മുന്നേ ഇതൊക്കെ അരച്ച് മിക്സ് ചെയ്ത് വെക്കുക. നേരം വെളുക്കുമ്പോൾ ഇതാ ഈ ഒരു പാകമാവും കേട്ടോ. നന്നായി എണ്ണയിലേക്ക് ഒരു മഞ്ഞ കളറായിട്ടുണ്ടാവും, ഒരു മഞ്ഞളിൻ്റെ ഒക്കെ കളർ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ സാധാ മഞ്ഞളോ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനതിൽ മഞ്ഞളൊന്നും ആഡ് ചെയ്യണില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കാച്ചാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇത് കാച്ചാന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും എന്താ പറയുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കാച്ചിയെടുക്കരുത്. അത് ഏത് എണ്ണയാണെങ്കിലും നമ്മൾ കുറച്ച് മെനക്കെട്ടാലും നല്ല എന്താ പറയുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ എണ്ണകളൊക്കെ പ്രത്യേകിച്ച് കാച്ചിയെടുക്കാനായിട്ട്. അങ്ങനെ കാച്ചിയെടുത്താലേ നമുക്ക് അതിൻ്റെ ഒരു ഗുണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കാച്ചാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല സ്മെല്ല് കിട്ടും, അടിപൊളി സ്മെല്ലാണ്. അതുപോലെ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഒരുപാട് കരിഞ്ഞ് പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ അടുത്തുനിന്ന് പോകാണ്ട് മാക്സിമം നോക്കുക. ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളുത്ത് വെള്ളയാവുന്നല്ല കേട്ടോ ഞാൻ പറയണത്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഏതൊരുവിധ പാടുകളുണ്ടെങ്കിലൊക്കെ മാറ്റാനൊക്കെ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അടിപൊളി റിസൾട്ടുള്ള എണ്ണയാണ്.
ഞാനിവിടെ പാറുട്ടിക്ക് ഇത് പറ്റി ഫസ്റ്റ് യൂസ് ചെയ്തത് അവളുടെ കഴുത്തിലും അതുപോലെ കൈമയൊക്കെ. ഞാൻ ഇത് യൂട്യൂബിൽ തന്നെ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ സ്വയം പരീക്ഷിച്ചതല്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടായിട്ട് ഇങ്ങനെ എന്തോ കടിച്ചിട്ട് നിറയെ കറുത്ത പാടുകൾ വന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് യൂസ് ചെയ്തപ്പോൾ പാടുകളൊക്കെ നന്നായി പോയിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവളുടെ ഫേസിന് യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഞാനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ഒന്നും കൂടി ഉള്ള കളറിൽ നിന്ന് ഒന്നും കൂടി കറക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അയൺ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ ഞാനൊക്കെ ഒന്നും കൂടി കറക്കാനായിട്ട് ചെയ്യാറ്. ഭയങ്കരമായിട്ട് നിറം ഭയങ്കരമായിട്ട് കുറയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നത് കളർ വയ്ക്കാനല്ല, നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവണ പാടുകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ നമുക്കിത് ബോഡി ഫുള്ളി യൂസ് ചെയ്ത് കുളിക്കുക. അപ്പോൾ കണ്ടോ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം കരിഞ്ഞ് പോവേണ്ട, ഏകദേശം ഒരു മൂപ്പായി കഴിഞ്ഞ് ഇറക്കി വെച്ച് പിന്നെ അവിടെ ഇരുന്നിട്ട് ആ ചൂടിലിരുന്നിട്ട് അത് കറക്റ്റ് പാകമായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, എണ്ണയുടെ ഒരു കളർ. അടിപൊളി ഗോൾഡൻ കളറാണ്, നല്ല സ്മെല്ലുമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഓയിൽ നോക്കി ഇപ്പം ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നോക്കി നടക്കണവരാണെങ്കിൽ, അതുപോലെ അല്ലെങ്കിൽ മാരേജ് ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിലൊക്കെ ഒരു 2-3 മാസം മുന്നൊക്കെ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബോഡി നല്ല പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോയി അടിപൊളിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ നല്ല മിനുസം, അതായത് നമ്മുടെ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും. അതുപോലെ കുഞ്ഞുണ്ണികൾക്കൊന്നും പിന്നെ പറയണ്ട, അവർക്കൊക്കെ ചെറുപ്പം മുതൽ യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഒരു കെമിക്കൽസും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയല്ലേ. പിന്നെ നിങ്ങൾക്ക് അറിയാം, ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ഗുണങ്ങൾ നോക്കിയാൽ അറിയാം. അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക, എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണ് കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ ചിലപ്പോൾ സ്മെല്ലൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 1 കിലോനോ 1/2 കിലോനൊക്കെ വാങ്ങി കാച്ചിട്ട് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ കുറച്ച് ദിവസം മതി നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനലും എന്നൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.